ഹലോ എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. കഴിഞ്ഞ ഒരു 10 ദിവസത്തോളമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, ഫീവറും അങ്ങനെയൊക്കെ ആയതുകൊണ്ടത് ഒന്നും നടന്നില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ചെയ്യാനൊത്തില്ല, ക്ഷമിക്കുക. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരു പൊതുവായിട്ടുള്ളൊരു പ്രശ്നമാണ്. അതായത് ഓഗസ്റ്റ് 1 ഉള്ള ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വായിക്കുവാനിടയായ ഒരു സബ്ജക്റ്റാണ്, അതായത് റിപ്പോർട്ടാണത്. ആ റിപ്പോർട്ട് വന്നിട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഫൗണ്ടേഷൻ നീതി ആയോഗുമായിട്ട് ചേർന്ന് ഒരു പാർട്ട്ണർഷിപ്പിൽ നടത്തിയ ഒരു സർവേയുടെ ഫലമായിട്ടുള്ള ഒരു അതായത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് ആൻഡ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ആയിട്ട് ജോയിൻ്റായിട്ട് ചെയ്ത ഒരു റിപ്പോർട്ടിൻ്റെ ഫലമാണ്. അത് വായിച്ചപ്പോൾ എനിക്ക് അത് ശരിയാണെന്ന് തോന്നി. അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് വിഷയം ഇതാണ്: 70% ഓഫ് ഇന്ത്യാസ് elderly financially dependent, also mental health issues and social isolation on rise. ഇതാണ് വിഷയം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ ജോയിൻറ്റ് ഫാമിലി എന്നുള്ള ആ സിസ്റ്റം, ആ സ്ട്രക്ചർ തന്നെ ഇപ്പോൾ ഇല്ലെന്ന് തന്നെ പറയില്ല, അതൊരു എറോഷനായി കഴിഞ്ഞു. അത് ലോൺലിനെസ്സിനെ വളരെയധികം അത് കൂട്ടിയെന്ന് തന്നെ പറയാം നമുക്ക്. അതുപോലെ അത് എസ്പെഷ്യലി ഇൻ ഓൾഡർ വുമനിൽ, പ്രായമായ സ്ത്രീകൾ കൂടുതലായിട്ട് ലോൺലിനെസ് അനുഭവിക്കുന്നു. ഈ ഒറ്റയ്ക്കുള്ള ന്യൂക്ലിയർ ഫാമിലിയിലുള്ളപ്പോൾ അവർക്ക് വേണ്ടതായ കെയറോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിരിക്കുന്ന സേഫ്റ്റിയോ ഒന്നും ലഭിക്കുന്നില്ലെന്നുള്ളതാണ് വിഷയം. നേരത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാമല്ലോ, ജോയിൻറ്റ് ഫാമിലി ഉള്ളപ്പോൾ ഒരാളല്ലെങ്കിൽ ഒരാൾ ഭവനത്തിലുണ്ടാവും. കൂടാതെ നമ്മളെ ആശ്വസിപ്പിക്കാനും നമ്മുടെ പ്രയാസങ്ങളിൽ കൂടെ നിൽക്കാൻ, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ അപ്പോൾ ഒക്കെ ടേക്ക് കെയർ ചെയ്യാനൊക്കെ ഒരാളല്ലെങ്കിൽ ഒരാളുണ്ടാവും. ഇന്നത്തെ അവസ്ഥ അതല്ലെന്ന് നമുക്കറിയാം, എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അതിൽ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന സീനിയർ സിറ്റിസൻസിൽ 70% ആൾക്കാരും ഫൈനാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആണെന്നുള്ളതാണ് നമ്മൾ കാണുന്നത് റിപ്പോർട്ടിൽ നിന്ന്. അപ്പോൾ 30% ആൾക്കാർക്ക് മാത്രമേ, അതായത് 100 പേരുണ്ടെങ്കിൽ അതിൽ 30 പേർക്ക് മാത്രമേ സ്വന്തമായിട്ട് അവർ പണം ചിലവാക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടത്താനൊക്കെയുള്ള ഫൈനാൻഷ്യലായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഉള്ളതെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അല്ലാത്തവർ മറ്റുള്ളവരെ ഡിപ്പെൻഡായിട്ടാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ കുറേ ആൾക്കാർ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടും അവരുടെ ഡെയിലി സർവൈവലിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ജോലി ചെയ്ത് അവർ ജീവിക്കുന്നു. അതുപോലെ തന്നെ ഈ റിപ്പോർട്ട് പ്രകാരം അങ്ങനെയാണ് കാണുന്നത്. ഒരു സ്റ്റഡി, അതായത് ഏജിങ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതാണ്, ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, was released by the Sankala Foundation in partnership with Niti Aayog, the Ministry of Social Justice and Empowerment and the National Human Rights Commission. അവരുടെയാണ് ഈ റിപ്പോർട്ട് വന്നത്. ഇപ്പോൾ അധികമായിട്ട് നമുക്കറിയാം ഇന്ത്യയിൽ ഗ്രേയിങ് പോപ്പുലേഷനാണ്, റാപ്പിഡായിട്ടുണ്ടെന്നുള്ളത് അറിയാം. അതിൽ വന്നിട്ട് നമുക്കിപ്പോൾ ഈ നമ്മുടെ ഇമ്പ്രൂവ്ഡ് ലൈഫ് സ്റ്റൈലിൽ എന്തായെന്ന് ചോദിച്ചെന്നാൽ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൂടുതലായിട്ട് എൽഡർലി ഇന്ത്യൻസ് എക്കണോമിക്കലി വീക്ക് ആൻഡ് ഹെൽത്ത് ഇൻസെക്യൂരിറ്റീസ് ഉള്ളവരാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ നോക്കുമ്പോൾ ഈ റിപ്പോർട്ട് പറയുന്ന 6.4% ഓഫ് ദ എൽഡർലി അവർ വന്നിട്ട് സർവൈവ് ആകാൻ വേണ്ടി അവരുടെ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് ഉള്ളത് കൊണ്ട് മാനേജ് ചെയ്യാനായിട്ട് മീൽ സൈസസ് റെഡ്യൂസ് ചെയ്യുന്നു. 5.6% ആൾക്കാർ ഒരു കഴിക്കാനില്ലാതെ വിത്തൗട്ട് ഈറ്റിങ്ങിൽ അവർ ഹംഗ്രി ആയിട്ട് തന്നെ ജീവിക്കുന്നു.
വല്ലപ്പോഴും ആഹാരം കിട്ടും, അപ്പോൾ കഴിക്കും, അങ്ങനത്തെ ഒരു സ്റ്റേജ്. അതുപോലെ തന്നെ ഒരു 4.2% ആൾക്കാർ ഫുൾ ഡേ ഭക്ഷണമില്ലാതെ ഒരിക്കലെങ്കിലും ഈ കഴിഞ്ഞ സർവേ ടൈമിൽ, അന്ന് കഴിഞ്ഞ ഒരു വർഷത്തിൽ 4.2% ആൾക്കാർ അതിൽ ഇങ്ങനെ എൻ്റയർ ഡേ വന്നിട്ട് അവർക്ക് ഒരു ഭക്ഷണം ഇല്ലാതെ ജീവിക്കുന്നു എന്നുള്ളതും ഒരു ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ്. അതിൽ വേറൊന്ന് എടുത്ത് പറയുകയാണെങ്കിൽ, ഈ ഹെൽത്ത് ഇഷ്യൂസ് നോക്കുമ്പോൾ ഗോവ ആൻഡ് കേരള ഹയസ്റ്റ് റേറ്റ് ഓഫ് കാർഡിയോവാസ്കുലർ ഡിസീസസ്, അതായത് ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഗോവ, അത് കഴിഞ്ഞാൽ കേരളയാണ്. അതിൽ പറയുമ്പോൾ 60% ആൾക്കാർക്ക് ഗോവയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. കേരളത്തിൽ പറയുമ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിൽ 57% സീനിയേഴ്സിന് വന്നിട്ട് ഈ കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഡയബറ്റിക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കേരളമാണ് നമ്പർ 1. കേരളത്തിൽ 35% ആൾക്കാർക്ക്, അതായത് സീനിയർ സിറ്റിസൻസിന് ഡയബറ്റിക് ഉണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് പ്ലേസ് പുതുച്ചേരി, തേർഡ് പ്ലേസ് ഡൽഹിയാണ്. അപ്പോഴതൊക്കെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാകുന്നത് നമുക്കറിയാം, അങ്ങനെയുള്ള രോഗങ്ങളാണെന്നറിയാം. എസ്പെഷ്യലി ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ പെടുന്നതാണ് ടൈപ്പ് 2 ഡയബറ്റിക്. അതിനെ കൺട്രോൾ ചെയ്ത് അതിന് വേണ്ടതായ കെയർ എടുത്ത് നമ്മൾ കറക്റ്റായിട്ട് നമ്മളെ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വേറെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകും. ഹെൽത്ത് ഇഷ്യൂസ് വളരെ കൂടുതലാകും. മറ്റുള്ളവരെ നമുക്ക് ഡിപ്പെൻഡായി ജീവിക്കേണ്ടി വരും. അതൊക്കെയും വലിയൊരു പ്രശ്നമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അതൊരു വറിയിങ് ഫാക്ടറായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഡയബറ്റിക് ആയിട്ടുള്ളവർ അതിനുള്ള കെയർ എടുക്കുകയും വേണ്ടതായ ക്രമീകരണങ്ങൾ ഭക്ഷണത്തിലായാലും വ്യായാമത്തിലായാലും ജീവിതശൈലിയിലൊക്കെയും വേണ്ടതായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മൾ സ്വയം സൂക്ഷിച്ച് നമ്മൾ ജീവിക്കുവാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ബോൺ ആൻഡ് ജോയിൻ്റ് ഇഷ്യൂസ്, അത് വലിയ അനദർ കൺസേൺ ആണ്, അതിൽ മറ്റൊരു പ്രശ്നമാണ്. അത് അധികം ആൾക്കാർക്കും അത് കണ്ടുവരുന്നതിൽ ഏറ്റവും കൂടുതൽ നോക്കുമ്പോൾ എൽഡർലി ആയിട്ടുള്ള ആൾക്കാർ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ 19% ആൾക്കാർക്ക് ഈ ബോൺ റിലേറ്റഡ് പ്രശ്നങ്ങളുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ആർത്രൈറ്റീസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വന്നിട്ട് ഓൾമോസ്റ്റ് ജമ്മു കാശ്മീരിലാണ് ഏറ്റവും കൂടുതലുള്ള 22% ആൾക്കാർക്ക് വന്നിട്ട് ആർത്രൈറ്റീസിൻ്റെ പ്രശ്നമുണ്ട്. അവിടുത്തെ വെതറൊക്കെ ആയിരിക്കും അവർ പക്ഷേ കാരണം അത് വിട്ട് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലുള്ള സദേൺ സ്റ്റേറ്റ്സിൽ വളരെയധികം ആർത്രൈറ്റീസിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്നുള്ളതാണ്. അത് നേരത്തെ അറിഞ്ഞാലും കൂടി ആർത്രൈറ്റീസിന് അതൊരു പെർമനൻ്റായിട്ട് ക്യൂർ ആകുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെങ്കിൽ അതിന് ആ ഒരു പ്രോബ്ലംസ് നമുക്ക് ഏജിങ് ആകുമ്പോൾ അത് കൂടുതലായി കണ്ടുവരുന്നു എന്നുള്ളതാണ്. അതുപോലെ വേറൊരു കൺസേൺ ആണ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്. അതും വളരെയധികം അത് എൽഡർലി പീപ്പിളിനിടയ്ക്ക് അത് അധികമായിട്ട് കൂടി വരുന്നെന്നും അങ്ങനെയുള്ള അത് പിന്നീട് അത് ഡിപ്രഷൻ സിംറ്റംസിലേക്ക് മാറുന്നതായിട്ട് കാണുന്നു. 30% ആൾക്കാർക്ക് ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറയുന്നു. അതായത് നമുക്കറിയാം അവർക്ക് മാനസികമായിട്ട് ഉള്ള പ്രയാസങ്ങൾ തുറന്ന് പറയുവാനോ അല്ലെങ്കിൽ അവരുടെ കെയർ ചെയ്യാത്തതോ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണമില്ലാത്തതോ അല്ലെങ്കിൽ അവർക്ക് മെഡിക്കൽ കെയർ കിട്ടാത്ത അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. എന്തായാലും ശരി അവരിൽ തന്നെ എല്ലാം ഒതുക്കിക്കൊണ്ട് അത് വെളിയിൽ പറയാൻ പറ്റാതെയും അതുപോലെ തന്നെ വേറെ അവർക്ക് ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരുന്നത്, ലോൺലിനെസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുമ്പോൾ അത് കൂടുതലായിട്ട് അവർക്ക് അത് മെൻ്റൽ മറവി രോഗങ്ങൾ നമുക്കറിയാം. സീനിയേഴ്സായിട്ടുള്ളവർക്ക് ഒരുപാട് പേർക്ക് ഇങ്ങനെ പല രോഗങ്ങളിൽ മെയിനായിട്ട് വന്ന് ഇങ്ങനെ മെൻ്റൽ ഡിപ്രഷനും കാര്യമൊക്കെ അതുപോലെ മറവി രോഗങ്ങൾ ഒക്കെ ഉള്ളതായിട്ട് അത് കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊരു 8% ആൾക്കാർക്ക് വന്നിട്ട് പ്രോബബ്ലി മേജർ ഡിപ്രഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ
അവർക്ക് നമ്മളുടെ അവരൊക്കെ ഇന്നത്തെ കാലത്ത് മക്കളുടെ എണ്ണം കുറവാണ്, അതുപോലെ കൂടെ മക്കളുണ്ടായിരിക്കുന്ന കുറവാണ്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ഒരവസ്ഥ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഡിപ്രഷനിലേക്കൊക്കെ നമുക്ക് മനസ്സുകൊണ്ട് പ്രയാസം തോന്നുകയാണെങ്കിൽ ഡോക്ടറെ കാണുക, അതിന് വേണ്ട മെഡിസിൻസ് കഴിക്കുക. അതുപോലെ തന്നെ ശരിയായിട്ടുള്ള ഉറക്കം അത് അത്യാവശ്യമാണ്. ടൈമിന് ഭക്ഷണം കഴിക്കുക, മറ്റുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അതിന് മെഡിസിൻ കഴിക്കുക. ഇങ്ങനെയൊക്കെ നമ്മളെ തന്നെ നമ്മൾ കെയർ ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമുക്കറിയാമല്ലോ, ഒരു വീഴ്ച, അതായത് പലർക്കും പറ്റുന്നൊരു ഇതാണ് പല തട്ടി വീഴുക, അല്ലെങ്കിൽ വീഴ്ചകൾ കൊണ്ട് നമുക്ക് കിടപ്പ് രോഗികളായി മാറിപ്പോകുന്നത്. അപ്പോൾ നമ്മളധികം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് മൂവ്മെൻറ്റ്സ്, അതുപോലെ നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വീട്ടിൽ തന്നെ ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്താൽ കുറേയൊക്കെ നമുക്ക് നമ്മുടെ ബാലൻസിങ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്ലെക്സിബിലിറ്റി, ബോഡിയുടെ കാല്, കൈ, അതിൻ്റെ പൊസിഷന് അറിയാതെ തന്നെ വീഴാതെയൊക്കെ ശ്രദ്ധിക്കുന്നതും ആവശ്യമാണ്. പ്രത്യേകിച്ച് മഴ അങ്ങനെയൊക്കെയുള്ള സമയത്ത് എല്ലായിടത്തും സ്ലിപ്പറി ആയിരിക്കും. അത് കുറച്ച് ഏജായവർ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ്, സപ്പോർട്ടോടുകൂടി. അതുപോലെ തന്നെ ആവശ്യമില്ലാത്തടത്തൊന്നും ഇറങ്ങാതിരിക്കുക, സൂക്ഷിക്കുക. അതാണ് എനിക്കിപ്പോൾ പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെയുള്ളൊരു പ്രത്യേകതയാണ് എൽഡർലി വിമൻ, അത് മുതിർന്ന സ്ത്രീകൾ. അവർ വന്നിട്ട് കൂടുതലായിട്ട് ഈ ഇതിൽ പ്രൊഫഷനായിട്ട് നോക്കുമ്പോൾ അവരാണ് കൂടുതൽ ആൾക്കാർ ഇങ്ങനെ എഫക്റ്റ് ആകുന്നത്, എസ്പെഷ്യലി. അതുപോലെ തന്നെ ഈ വിഡോസ് ആയിട്ടുള്ളവർ, അവർക്ക് ഐസൊലേഷന് പ്ലസ് അവർ ഇൽ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ പോവർട്ടി, ഇതൊക്കെയും അനുഭവിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ആസ് ഹോൾ ഇന്ത്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പെർസെൻറ്റേജൊക്കെ വളരെ കൂടുതലായിരിക്കും. എന്നാൽ നമ്മുടെ കേരളത്തിൽ അത്രമാത്രം ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കഷ്ടപ്പെട്ട് ഒരു നേരം ആഹാരം ഇല്ലാതെ ഇരിക്കുന്ന ഒരു വയോധികനോ അല്ല വയോധികയോ ഉണ്ടെന്നറിയുകയാണെങ്കിൽ അവർക്ക് കേരളത്തിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അടുത്തുള്ള ആൾക്കാരെങ്കിലും ഭക്ഷണം കൊടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും അസോസിയേഷൻ ആരെങ്കിലും അവരുടെ അടുത്തെത്തി അവരെ സഹായിക്കാനുണ്ടാവും. അതേസമയം മറ്റുള്ള സ്റ്റേറ്റുകളിൽ കഥ വേറെയാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കേരളത്തിലുള്ള ഒരാളല്ല, കേരളം വിട്ടിട്ട് 55 ഇയേഴ്സ് കഴിഞ്ഞ ഒരാളാണ്. വേറൊരു സ്റ്റേറ്റിലാണ് താമസം. നമ്മൾക്ക് അറിയാം, ആ ഡിഫറൻസ് നമുക്കറിയാം. നമ്മൾ വന്നിട്ട് ഇവിടെ മൾട്ടി കൾച്ചറാണ്, ലാംഗ്വേജാണ്. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തർ അങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് അടുത്തടുത്ത് താമസിച്ചാലും കൂടി ഇനി ഒരാളുടെ വീട്ടിലെ കാര്യമോ അല്ലെങ്കിൽ ഇനി ഒരാൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞാൽ ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാലും അതൊരു അത്രമാത്രം അത് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. അല്ലെങ്കിൽ നമ്മൾ ക്ലോസ് ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ചെയ്തെന്നിരിക്കുക, അത്രയേ ഉള്ളൂ. കേരളത്തിൻ്റെ സിറ്റുവേഷനിൽ നമുക്ക് കുറച്ചുകൂടെ കെയറൊക്കെ എടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഈ വിഡോസ് ഫേസ് ചെയ്യുന്നതായ എൽഡർലി വിഡോസ് മാത്രമല്ല, ചെറിയ പ്രായത്തിലുള്ളവർക്കും ഉണ്ട് സോഷ്യൽ ഐസൊലേഷനും അതുപോലെ തന്നെ അവർ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു സ്വഭാവമൊക്കെ നമ്മുടെ ജനത്തിൻ്റെ മധ്യത്തിലുണ്ട്. എന്നാൽ അവർ ഫേസ് ചെയ്യുന്ന ഇൽ ട്രീറ്റ്മെൻറ്റും അതിനോടൊപ്പം പോവർട്ടിയും കൂടെ ആയിക്കഴിയുമ്പോൾ അവർ തീർച്ചയായിട്ടും ഡിസപ്പോയിൻ്റ് ആകും. അങ്ങനെയുള്ളവരിൽ കൂടുതലായിട്ട് ഡിപ്രഷനും മെൻ്റൽ പ്രോബ്ലമൊക്കെയും വരുവാനായിട്ടും സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ഈ സോഷ്യൽ ഐസൊലേഷൻ്റെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അത് വളരെ കൂടുതലായിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ. അതിൽ 18.7% എൽഡർലി വുമണ് ഒറ്റയ്ക്കാണ് അവർ താമസിക്കുന്നത്, അതായത് ഐസൊലേഷൻ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 5.1% ഓഫ് മെൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു, ലിവിങ് അലോൺ. ഇതാണ് ഇപ്പോഴത്തെ ഇന്ത്യയിലെ ആ ഒരു സ്റ്റേജ്. അതുപോലെ തന്നെ ഈ ജോയിൻറ്റ് ഫാമിലി സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് പോയി എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മൾ ഇവിടെ തന്നെ അങ്ങനെ കാണുന്നില്ല. അത് ലോൺലിനെസ്സിനെ കൂട്ടിയെന്ന് മാത്രമല്ല,
ഈ പ്രായമായ സ്ത്രീകൾക്ക് അവർക്കതൊരു വലിയ നിരാശ കൊണ്ടുവരുന്ന പോലെയുള്ള ഒരു സ്റ്റേജായിട്ടും മാറിയിരിക്കുന്നെന്ന് പറയാവുന്നതാണ്. അതുപോലെ തന്നെ ഈ കേരളയിലുള്ളൊരു പ്രത്യേകത 65% സ്മാർട്ട് ഫോൺ പെനട്രേഷൻ ഉണ്ടെന്നുള്ളതാണ്. സീനിയേഴ്സിൽ 65% ആൾക്കാർ സ്മാർട്ട് ഫോണിൻ്റെ പെനട്രേഷൻ, അത് എൽഡർലി പീപ്പിളിനിടയ്ക്ക് അത്രയും കണ്ടു എന്നുള്ളതാണ് അവരുടെ റിപ്പോർട്ടിൽ. അതുപോലെ ഏജ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷന് നമ്മൾ കാണാറുണ്ട്. അത് വളരെ പ്രിലവൻ്റ് ആണെന്ന് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ അത് വളരെ കൂടുതലാണ്. അതിലൊരു സർവേയിൽ 12.9% ആൾക്കാർ അതിനോട് അവർ റെസ്പോണ്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അവർ ഇങ്ങനെ ഏജ് റിലേറ്റഡായിട്ട് ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നതായിട്ട്. 1 in 10 പേരെ എടുത്ത ഒരാളുടെ എൽഡർലി ആൾക്കാർക്ക് വന്നിട്ട് ഇങ്ങനെ ഡിസ്ക്രിമിനേഷന് അനുഭവിക്കുന്നതായിട്ട് അവർ പറയുന്നു. അത് ചിലർക്ക് ഒരു റീസൺ, ചിലർക്ക് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. അത് എസ്പെഷ്യലി റൂറലിലും അതുപോലെ തന്നെ പൂവറായിട്ടുള്ള ഓൾഡർ പീപ്പിൾ, അഡൽട്സ്, അവർക്ക് വളരെ കഷ്ടമുണ്ടെന്നുള്ളതാണ്. വസ്ത്രം, പാർപ്പിടം, നമ്മൾക്ക് കേരളത്തെ നോക്കുമ്പോൾ നമുക്ക് എത്രയോ പാർപ്പിടമില്ലാത്തവർ വളരെ ചുരുക്കമാണ്. ഗവൺമെൻറ് ആണെങ്കിലും കുറേയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർക്ക് റേഷൻ കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്, കിറ്റൊക്കെ കിട്ടും. അങ്ങനെ കേരളം മറ്റുള്ള സ്ഥലവുമായിട്ട് നോക്കുമ്പോൾ പറയുകയാണെങ്കിൽ ആനയും ആടും പോലുള്ള വ്യത്യാസം ഉണ്ടെന്ന് പറയാം നമുക്ക്.